അതിരപ്പള്ളിയിൽ തുടർച്ചയായ 15-ാം ദിവസവും കാട്ടാന ഇറങ്ങി. വ്യാപകമായി കൃഷിനാശമുണ്ടാക്കിയ കാട്ടാനയെ രാവിലെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് തുരത്തിയത്. ജനവാസ മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമാകുമ്പോഴും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണ് പരാതി. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതും പാലപ്പള്ളിയിലെ കടുവയുടെ സാന്നിധ്യവും ഈ മേഖലയിൽ ജനങ്ങളിൽ ആശങ്ക കൂട്ടുന്നുണ്ട്. കാടിറങ്ങിയെത്തുന്ന കാട്ടുകൊമ്പന്മാർ മുതലുള്ള വന്യജീവികളുടെ ശല്യത്താൽ ദുരിതത്തിലായിരിക്കുകയാണ് അതിരപ്പള്ളി. ഒരാഴ്ചയിലേറെയായി ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം വിവിധയിടങ്ങളിൽ തമ്പടിക്കുന്നു. രാവെന്നോ പകലെന്നോ ഇല്ലാതെ എത്തുന്ന വന്യജീവികൾക്ക് തടയിടാൻ വനം വകുപ്പിനും സാധിക്കുന്നില്ല. വന്യജീവി ശല്യത്തിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് അതിരപ്പള്ളിയിൽ 15-ാം ദിവസവും കാട്ടാന ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പിള്ളപ്പാറ റേഷൻ കടയ്ക്ക് സമീപം നിലയുറപ്പിച്ച കാട്ടാന നേരം പുലർന്നിട്ടും മടങ്ങാതായതോടെ നാട്ടുകാർ ആനയെ തുരത്തി. വെറ്റിലപ്പാറ 14, 15 തുടങ്ങിയ മേഖലകളിലാണ് തുടർച്ചയായി കാട്ടാനകൾ ഇറങ്ങുന്നത്. സ്വൈരജീവിതം തീർത്തും നഷ്ടപ്പെട്ട അവസ്ഥയെന്ന് നാട്ടുകാർ. ശരിക്കും നമ്മൾ ഓടിക്കുമ്പോൾ പോണില്ല ആന. ശരിക്കും ആന നമ്മളെ ഓടിക്കണ്. ആന അങ്ങനത്തെ കണ്ടീഷനായിട്ട് നിൽക്കണ്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാന അല്ല വരണേ, 7-8 ആന ഒരുമിച്ചൊക്കെയാണ് വരണേ. വെള്ളപ്പാറയിൽ പുലി ആക്രമണവും പതിവാണ്. വളർത്തുനായകളെ അടക്കം പുലി പിടിക്കുന്നത് പതിവായതോടെ വലിയ ആശങ്കയിലാണ് ഓരോ കുടുംബവും. ഒരു ശല്യമുണ്ട്, പുലി ഓടി നടക്കേണ്ടതില്ലേ രാത്രിയൊക്കെ. പുലി വാങ്ങൾക്ക് ഭയങ്കര ശല്യമാണ്. ഞാൻ ഒരു ദിവസം രാത്രി ബാക്കിലൊരു പെട്ടീനെ കെട്ടി പൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ കഴുത്തിൽ പിടിച്ച് സൗണ്ട് കേട്ട് എൻ്റെ കഴുത്തിൽ പിടിച്ച് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ആ പെട്ടീനെ ഞാൻ അയച്ചിട്ടു. അപ്പോൾ അത് ചത്തു എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് ഓടി നടന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ വേറൊരു പട്ടി കുഞ്ഞിനെ കൊണ്ടുവന്നു. അതിന് ഇതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ കെട്ടിയിട്ടു. ആ മേച്ചടക്കം പിടിച്ചു വലിച്ച് കൊണ്ടുവന്ന് അതിനെ ഇവിടെയാണ് കൊന്നിട്ടായിരുന്നത്. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ കാട്ടാന ഇറങ്ങിയത് ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. കൊമ്പഴയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം ദേശീയപാതയോട് ചേർന്ന പറമ്പുകളിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ദേശീയപാത മുറിച്ചുകടക്കാൻ ശ്രമിച്ച കാട്ടാനക്കൂട്ടം ട്രക്ക് കണ്ടതോടെയാണ് പിന്തിരിഞ്ഞത്. ആനപ്പേടിക്കിടെ പാലപ്പള്ളിയിൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. കവരമ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിലെ തോടിന് സമീപത്താണ് കാൽപ്പാട് കണ്ടെത്തിയത്. KFRAയ്ക്ക് സമീപം കടുവ റോഡ് മുറിച്ച് കടക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനൊപ്പം കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നങ്ങൾ സംബന്ധിച്ച് മലയോര കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് EA ഓമനയുടെ നേതൃത്വത്തിൽ DFOയ്ക്ക് പരാതിയും നൽകി. RRT സംഘത്തെ വിപുലപ്പെടുത്തിയും സൗരോർജ്ജ വേലികളടക്കം സ്ഥാപിച്ചും ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയണമെന്നതാണ് അതിരപ്പള്ളിക്കാരുടെ ആവശ്യം. പക്ഷേ ഈ ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ പ്രശ്നപരിഹാരമുണ്ടാകുന്നില്ല. ഇനിയെങ്കിലും ഒരടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ എന്തും സംഭവിക്കാവുന്ന നിലയാണെന്ന് അതിരപ്പള്ളിക്കാർ പറയുന്നു. തൃശ്ശൂരിൽ നിന്നും സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. തുടർച്ചയായ മനുഷ്യ വന്യജീവി സംഘർഷം ജനങ്ങളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കേൾക്കാം പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. ആനശല്യം ഉണ്ടോന്നോ? ആനകൾ നേരം രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല, എപ്പോഴും ആനകളുണ്ട്. ഞങ്ങൾക്കൊരു വളർത്തു മൃഗങ്ങളെ ഒന്ന് കൊണ്ടു കെട്ടാൻ വരെ പറ്റണില്ല. നേരം വെളുത്ത് ചെന്ന് കഴിയുമ്പോഴേക്കും 5, 6, 10 ആനകളൊക്കെയാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായേക്കാണ്. അപ്പോൾ വാഴയൊക്കെ വെട്ടിക്കളയാണ്. ഇവിടെ വാഴ വെച്ച ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതുവരെ ഓരോ പറമ്പുകാരനും പ്രശ്നം. ഒരു കൃഷി ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ലാണ്ടായി ആനയെ കൊണ്ട്. മാൻ ഇപ്പം ഇന്നലെ നോക്കിയപ്പോൾ ഒരു 100 മാനുണ്ടായി ഇവിടെ ഉമ്മർത്ത്. ഇതൊക്കെ വന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയാണ്. ഫോറസ്റ്റുകാർ വരും. കഴിഞ്ഞ ദിവസം ഫോറസ്റ്റുകാർ വന്നു. അവരൊന്ന് നോക്കിക്കല്ലാണ്ട് വേറെ ഒന്നുമില്ല. അവരൊന്ന് നോക്കി നിൽക്കുക. ചിലപ്പോൾ 2 പടക്കം പൊട്ടിക്കും. 2 പടക്കം പൊട്ടിക്കുമ്പോൾ ആന പോവില്ല. ആന അവിടെ നിൽക്കും. പടക്കം കാര്യമില്ലാണ്ടായിരുന്നു ആനയ്ക്ക്.